എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വല്യപ്പച്ചൻ സ്റ്റാലിനോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം നിന്നെ ചതിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ആ ലേഡി കമാൻഡർ ഉണ്ടല്ലോ, അവൾ മിടുക്കിയാണ്. അവൾ നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിക്കാനൊക്കെ മിടുക്കുള്ളവളാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് നടന്നു പോകും. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ് ഇതൊക്കെ ആരോട് പറയാമെന്ന്. പിന്നീട് അലീനേനെയാണ് കാണിക്കുന്നത്. അലീന കിച്ചണിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പൗലോസേട്ടൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. പൗലോസ് അവിടെ അലീനേനെ അടുക്കളയിൽ കാണുമ്പോൾ തന്നെ കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറുന്നത്. എന്നിട്ട് പൗലോസ് ആണെങ്കിൽ അവിടെ പൗലോസിന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ പാത്രത്തിലെടുക്കുകയാണ്. അപ്പോഴാണ് അലീന പൗലോസേട്ടാ ചായ ഏതാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു കപ്പ് ചായ എടുത്തിട്ട് കൊടുക്കുമ്പോൾ പൗലോസ് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും, പൗലോസേട്ടൻ ചായ കുടിക്കാറുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പൗലോസേട്ടൻ ചായ കുടിക്കുന്നത്, പിന്നെ എന്താ ചായ വേണ്ടാത്തതെന്ന് നോക്കിയേ. അപ്പോൾ പൗലോസ് പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കണം, എന്നാലേ എനിക്കതൊരു തൃപ്തിയാവത്തുള്ളൂ, ഞാൻ അതുപോലെയാണ് ശീലിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെയായിരുന്നു ഇവിടെ, അതുകൊണ്ട് എനിക്ക് മറ്റാരും ഉണ്ടാക്കിയ ചായ വേണ്ടാന്ന് പറയുമ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, പൗലോസേട്ടൻ അപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല അല്ലേ? ഞാൻ ഒരു തർക്കത്തിനും വേണ്ടി വന്നതല്ല, ഞാൻ പൗലോസേട്ടനെ സഹായിക്കാനും അതുപോലെ തന്നെ പൗലോസേട്ടൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി പഠിക്കാനൊക്കെ വേണ്ടി വന്നതാണ്. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പൗലോസേട്ടനും പറഞ്ഞു തരാമെന്നൊക്കെ വിചാരിച്ചു എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എനിക്കങ്ങനെ ആരുടെ ഒന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇതുവരെ ഈ അടുക്കള കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ഇനി അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പൗലോസ് സംസാരിക്കുന്നത്. പിന്നീട് പൗലോസിന് ചായ ഉണ്ടാക്കാനുള്ള വെള്ളമെല്ലാം സ്റ്റൗവിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അലീന അത് അങ്ങ് ഓഫ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, പൗലോസേട്ടൻ ഞാൻ ചായ തന്നതല്ലേ, അത് കുടിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പൗലോസ് പറയും, എനിക്കിങ്ങനെ ഞാൻ തന്നെ സ്വയം ചായ ഉണ്ടാക്കി കുടിക്കണം, അപ്പോഴേ എനിക്കതൊരു തൃപ്തി വരുള്ളൂ എന്ന് പറയുമ്പോൾ അതിവിടെ പറ്റത്തില്ല, അങ്ങനെ സ്വയം ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ പൗലോസേട്ടൻ്റെ വീട്ടിൽ പോയിക്കോണം, ഇതെൻ്റെ പപ്പയുടെ വീടാണ്, അത് ഇവിടെ നടക്കത്തില്ല എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ പൗലോസിനോട് പറയുന്നുണ്ടായിരുന്നു, പൗലോസേട്ടൻ അപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല അല്ലേ, അപ്പോൾ ഞാൻ 3 ദിവസമേ നോക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ വാക്കിയുള്ളൂ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അലീന ചായ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവേ. പിന്നീട് ബൈജു അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് പൗലോസേട്ടാന്ന് വിളിക്കുമ്പോൾ ബൈജുവിനോട് ദേഷ്യപ്പെടും കേട്ടോ, പോടാന്ന് അറിയേ. ബൈജു അപ്പോൾ പൗലോസിനോട് ചോദിക്കുന്നുണ്ട് എന്താ അത്ര ദേഷ്യം എന്ന് കേട്ടോ. അപ്പോൾ അലീന വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ്, അവൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു, ഇത്രയും കാലം ഞാനാണ് ഇവിടെ ഈ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, ഇതിപ്പോൾ കേണൽ സാബിൻ്റെ ഭാര്യയും മക്കളും പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം, ഇതിപ്പോൾ ഏതോ അനാഥാലയത്തിൽ നിന്ന് അവിടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നവൾ പറഞ്ഞത് കേട്ട് അനുസരിച്ച് നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പൗലോസ് പറയുമ്പോൾ ബൈജു പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുന്നവളാണ്, അതുകൊണ്ട് അവൾ പറയുന്നതനുസരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിന്നേക്കെന്ന് ബൈജു പറയുമ്പോൾ പൗലോസിന് അത് പറ്റത്തില്ല കേട്ടോ. പൗലോസ് പറയുന്നുണ്ട്, അതിൻ്റെ കാര്യമൊന്നും എനിക്കില്ല, അവൾ പറയുന്നതും അനുസരിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റത്തുമില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ബൈജു പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ അഞ്ജലിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുകഞ്ഞിരിക്കുക തന്നെയാണ്, എന്തായാലും അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആൻ്റപ്പച്ചേട്ടനും കൂടി നമ്മുടെ കൂടെ നിന്നായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ബൈജു പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കാണെന്ന് പൗലോസും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വല്യപ്പച്ചനും സ്റ്റാലിനും കൂടെ സംസാരിക്കുകയാണ്. സ്റ്റാലിനോട് വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ രാവിലെയുള്ള നടത്തം നീ ഒഴിവാക്കേണ്ട, നിൻ്റെ ആരോഗ്യത്തിന് അത് നല്ലതാണെന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അപ്പച്ചനല്ലേ നടക്കാൻ പോയപ്പോൾ ക്ഷീണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ തോട്ടത്തിൽ ഇറങ്ങി പണിയെടുക്കുന്നത് നിന്നെക്കൊണ്ട് സാധിക്കുമോ, അതുകൊണ്ട് എന്നെ വെല്ലുവിളിക്കാൻ വരണ്ടെന്നൊക്കെ വല്യപ്പച്ചനും പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുടിക്കൊന്നും ചെയ്യരുത്, ഒരു 1-2 പെഗ്ഗൊക്കെ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നീ അതുപോലെ അല്ലല്ലോ കുടിക്കുന്നത്, ഇപ്പോൾ ഡെയിലി ഇങ്ങനെ ജിമ്മിലൊക്കെ പോകുന്ന ചെറുപ്പക്കാർ പോലും ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 കൂടുതൽ അടിക്കുന്നത്, ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് പറയുമ്പോൾ കൊള്ളാം എന്നിങ്ങനെ വല്യപ്പച്ചൻ പറയുകയാണ് കേട്ടോ. പിന്നീട് അവിടേക്ക് ചായയും കൊണ്ട് അലീന വരുന്ന സമയത്ത് വല്യപ്പച്ചനാണെങ്കിലും പറയുകയാണ്, ഇതിപ്പോൾ പൗലോസ് കൃത്യസമയത്ത് തന്നുകൊണ്ടിരുന്നതാണ്, ഇനിയിപ്പോൾ അതൊക്കെ എങ്ങനെ കിട്ടുമോ എന്നിങ്ങനെ അലീനേനെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് പറയുന്ന സമയത്ത് വല്യപ്പച്ച എന്നിങ്ങനെ വിളിക്കുകയെ, അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാടി, നീ ആ ചായ ഇങ്ങോട്ട് താന്ന് പറയേ. എന്നിട്ട് ചായ കൊടുക്കുന്ന സമയത്ത് അത് കുടിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, കൊള്ളാം, എന്നാലും ഇതെങ്ങനെ ഒത്തു വന്നു, അപ്പോൾ കാണാൻ ഒരുപോലെ ഇരിക്കുന്നവർക്ക് കൈപ്പുണ്യം അതുപോലെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാലിനോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന അതേ ചായയുടെ രുചി തന്നെയാണ് ഇവൾ ചായ ഉണ്ടാക്കുമ്പോഴും, പക്ഷേ ഇതെങ്ങനെയാണ് ഒത്തു വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നീട് അലീന പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, എന്നിട്ട് സ്റ്റാൻലിക്കും കോഫി കൊടുക്കുന്നുണ്ട് കേട്ടോ. കോഫി ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്, പൗലോസേട്ടനോടും പറഞ്ഞിട്ടുണ്ട് അധികം ചിലവുകളൊന്നും വേണ്ട എന്നുള്ളതും. പൗലോസേട്ടന് അത് ഇങ്ങനെ ആദ്യം അംഗീകരിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും, എല്ലാം ശരിയായിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, ഇനിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവാതെ നോക്കണം, നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് പരിഹരിക്കാനാണ് പ്രയാസം എന്ന് പറയുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അവിടുന്ന് പോവും. അപ്പോൾ വല്യപ്പച്ചന് പറയുന്നുണ്ടായിരുന്നു വേഗം പോയി ഉണ്ടാക്കുക എന്ന് കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റാൻലിനോട് വല്യപ്പച്ചൻ പറയുകയാണ്, ഇടയ്ക്കൊക്കെ കുറച്ച് നല്ലതൊക്കെ പറയാം എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഒരു ചിരിയോടുകൂടി ഇങ്ങനെ വീണ്ടും കോഫി കുടിക്കുകയാണ്. പിന്നീട് അഞ്ചലിലാണ് കാണിക്കുന്നത്. അവിടെ റീത്താമ്മയും അതുപോലെ തന്നെ സഹോദരനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പള്ളിയിൽ അച്ഛനൊക്കെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ, സ്റ്റാൻലിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചായയൊക്കെ റീത്താമ്മ കൊണ്ടുവച്ച് കൊടുക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഇനിയിപ്പോൾ ഇതിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ വന്ന വിഷയത്തിന് അത്രയും സമയം കിട്ടിയെന്ന് വരില്ല എന്ന് പറയുമ്പോൾ അവിടെ റീത്താമ്മയുടെ ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇവിടെ വന്ന് ഒരു ചായ പോലും കുടിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വിഷമാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് എൽസമ്മയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. എൽസമ്മ എവിടെ ധ്യാനത്തിന് പോയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭരണങ്ങാനത്താണെന്ന് റീത്താമ്മ പറയും. അപ്പോൾ എന്നും ഇങ്ങനെ ധ്യാനമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ ആര് നോക്കും എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അതിന് ഞാനിവിടെ ഉണ്ടല്ലോ, റീത്താമ്മ നന്നായിട്ട് നോക്കുന്നതാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്ന ബ്രദറും പറയുന്നത്. എന്നാലും ഇങ്ങനെ വീട്ടുകാരെയും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യമൊക്കെ വിട്ടിട്ട് എന്നും ഇങ്ങനെ ധ്യാനമൊക്കെ ആയിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ധ്യാനം ഇതെല്ലാം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ എന്നും അതിന് നടന്നിട്ടുണ്ടെങ്കിൽ മക്കളുടെ കാര്യമൊക്കെ ആകെ ഇതാവും എന്ന് പറയുമ്പോൾ അതിനല്ലേ റീത്താമ്മ ഇവിടെ ഉള്ളത്. അപ്പോൾ റീത്താമ്മയും പറയുന്നുണ്ട്, ഞാൻ അവർക്ക് അമ്മയെ പോലെ തന്നെയാണെന്ന്. അപ്പോൾ സഹോദരൻ പറയുന്നുണ്ടായിരുന്നു, എൽസമ്മ നോക്കിയാൽ എന്തായാലും റീത്താമ്മ നോക്കുന്ന പോലെ ആവില്ല എന്ന് പറയും കേട്ടോ. കുട്ടികളെ നോക്കുന്ന കാര്യമാണ് പറയുന്നത്. പിന്നീട് കുട്ടികൾ ഓരോ കുഴപ്പത്തിൽ ചെന്ന് ചാടുമല്ലോ, മൊബൈൽ ഫോണും ഒക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് മൊബൈൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാനിയയ്ക്ക് ഉണ്ട് എന്ന് പറയും. അപ്പോൾ അന്ന് കൊറോണ സമയത്ത് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണെന്ന് ആ കൊച്ചി അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. ടാനിയ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ മൊബൈൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കാറുണ്ടല്ലോ എന്നൊക്കെ റീത്തമ്മയുടെ സഹോദരൻ പറയുന്ന സമയത്ത് അത് ശരിയാണ്, പക്ഷേ അതിനേക്കാളും മോശം സംഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു ഇത് വേണമല്ലോ. അപ്പോൾ അതിന് സ്വന്തം അമ്മ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നീട് സ്റ്റാലിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റാലിനെ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ ഒരു മകളാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടീനെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അമ്മേനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ സ്ഥിതി. ഇതിപ്പോൾ കല്യാണത്തിന് മുന്നേ നടന്നൊരു ബന്ധമാണെങ്കിലും കല്യാണം കഴിഞ്ഞ് പിന്നെ ആരും അങ്ങനെയുള്ള ബന്ധത്തിലുള്ള ആരും ഏറ്റെടുക്കാറൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അവളുടെ അമ്മേനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വത്തൊക്കെ അവർക്ക് പോവും എന്നുള്ള പേടി ഉണ്ട്. ആ സ്വത്തെല്ലാം അവർ ഇങ്ങനെ എടുത്താലോ എന്നുള്ളൊരു പേടിയും കൂടെ സഹോദരൻ അച്ഛനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യം നമുക്ക് ആലോചിക്കേണ്ടതാണ്. എന്തായാലും ഞാൻ സ്റ്റാലിൻ്റെ ോടും കൂടെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് അച്ഛൻ പറയുന്ന സമയത്ത് റീത്തമ്മ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പോയി സംസാരിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ആദ്യം ഞാനൊന്ന് അയാളെ വിളിച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നും പറയുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ടെൽസ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സുഖമില്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കട്ടെ എന്ന് നോക്കുമ്പോൾ റീത്താമ്മ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, അതിൽ നിന്ന് തൊട്ട് പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിലും അതിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, മോൾ ഇതെടുത്ത് കഴിച്ചോ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും റീത്താമ്മയാണെങ്കിൽ അവിടെ ടാനിയ നിൽക്കുന്നുണ്ടായിരുന്നു, മൂത്ത കൊച്ചി. അപ്പോൾ അതിനോട് അവിടുന്ന് ടെൽസേനെ കൊണ്ടുപോകാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ടാനിയ ടെൽസേനെ വിളിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. അച്ഛനാണെങ്കിലും അവരോട് പറയുന്നുണ്ടായിരുന്നു, ആദ്യം അച്ഛൻ പോയി സ്റ്റാൻലിനോട് സംസാരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും നമ്മുടെ പൗലോസേട്ടനും ബൈജുവിനെയൊക്കെയാണ് കാണിക്കുന്നത്. പൗലോസേട്ടൻ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ സഞ്ചിക്കെടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ബൈജും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് ആൻ്റപ്പൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആൻ്റപ്പൻ ചേട്ടനാണെങ്കിൽ അവിടെ ലിസ്റ്റെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും ബൈജു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പൗലോസേട്ടനോട്, പൗലോസേട്ടൻ കുറച്ചും കൂടെ ഇവിടെ പിടിച്ച് നിൽക്കണം, മറ്റവളുടെ വാക്കും കേട്ട് ഇവിടുന്ന് അങ്ങ് പെട്ടെന്ന് പോകാനൊന്നും നിൽക്കരുത് കേട്ടോ. എന്തായാലും ഞാൻ അഞ്ജലി വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന് അവളുടെ കുറ്റിയും പറിച്ച് ഇവിടുന്ന് എറിയും, അതുവരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സമാധാനിപ്പിക്കുന്നുണ്ട് ബൈജു ആണെങ്കിൽ പൗലോസിനെ. പിന്നീട് ആൻ്റപ്പൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലും. ആൻ്റപ്പൻ ചേട്ടനാണെങ്കിൽ അവിടെ ലിസ്റ്റ്
എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ പൗലോസിനോട് ചോദിക്കും എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന്. അപ്പോൾ പൗലോസ് അന്നപ്പൻ ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടനെ പോലെ എനിക്കിവിടെ ജോലി സൂപ്പർവൈസറായിട്ടല്ല, അടുക്കളയിൽ പാചകമാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയമൊക്കെ മാറിയെന്നിരിക്കുന്നു അറിയേ. പിന്നീട് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ പൗലോസ്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അടുക്കളയിൽ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ ബൈജു പറയാനങ്ങ് തുടങ്ങുമ്പോൾ അലീന വരുന്നത് പൗലോസ് കാണുകയാണ് കേട്ടോ. അപ്പോൾ ബൈജുവിൻ്റെ വായ പെട്ടെന്ന് അങ്ങ് പൊത്തും. എന്നിട്ട് പറയും അവിടെ ഒരു കൊതി ഇരിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കടിച്ചേനേന്ന് പറയേ. എന്നിട്ട് അലീനയോട് പൗലോസ് ചോദിക്കുകയാണ്, എന്താ കുഞ്ഞെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്തോ, അതൊന്ന് കാണിക്കാവോ എന്ന് നോക്കിയേ. അപ്പോൾ പോയി വന്നിട്ട് സാധനങ്ങൾ കാണിച്ചാൽ പോരേന്ന് പൗലോസ് ചോദിക്കുമ്പോൾ അങ്ങനെ ആയാലും മതി എന്ന് പറയേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നീട് അവരെല്ലാവരും കൂടി സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുമ്പോൾ അലീന എല്ലാം എടുത്ത് വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അലീന കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വല്യപ്പച്ചനും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കടക്കാർക്ക് തെറ്റ് പറ്റിയതായിരിക്കും എന്നൊക്കെയാണ് പൗലോസും കൂട്ടരും പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കടയിലേക്ക് തന്നെ പോവാം, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വല്യപ്പച്ചനും എല്ലാവരും സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോഴും അലീന പറയുന്നുണ്ട്, ഈ ഗേറ്റ് കിടക്കുന്നവരെ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങളുടെ അടുത്ത് തെറ്റ് പറ്റിയതാണെങ്കിൽ അത് പറയാൻ, അല്ലെങ്കിൽ വെറുതെ എന്തിനാ നാണം കെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.